സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ ലഹരിമരുന്ന് വിപണന ശൃംഖലയിൽ സജീവമായി പങ്കെടുത്ത യുവതികൾ പിടിയിലായതിന്റെ ഞെട്ടലിലാണ് നാടും രക്ഷിതാക്കളും. MDMA കേസിൽ അറസ്റ്റിലായ കാവ്യ, കീർത്തന എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലജ്ജിപ്പിക്കുന്നതാണ്. 1 വർഷം മുൻപ് വാഹനാപകടത്തിൽ പരുക്കേറ്റു ചികിത്സയിലായിരുന്ന കാവ്യയ്ക്ക് അധ്യാപകരുടെ മുൻകൈയിൽ ധനസഹായം സമാഹരിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇവർ വിലകൂടിയ ആഡംബര കാർ സ്വന്തമാക്കിയതോടെയാണ് സംശയം ജനിച്ചത്. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ 2016 മുതൽ ഓട്ടിസം സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്തുവരികയായിരുന്നു. അതീവ രഹസ്യമായ രീതിയിലാണ് ഈ സംഘം ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. 2000 രൂപ വീതം അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുന്നവർക്ക് ലഹരിവസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന ലൊക്കേഷൻ അയച്ചുകൊടുക്കുന്നതായിരുന്നു രീതി. അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാനായി മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം മാറ്റുന്ന പതിവുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങൾക്കാണ് കാവ്യയുടെ ബാങ്ക് അക്കൗണ്ട് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അറസ്റ്റിലായ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കെതിരെ കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. 28കാരിയായ കീർത്തനയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. കൂടാതെ 29കാരിയായ കാവ്യയെയും ഇന്ന് പിരിച്ചുവിടും. കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. വടകര സ്വദേശിയായ യുവാവിനെ MDMA സഹിതം പിടികൂടിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണമാണ് ഈ അധ്യാപികമാരിലേക്ക് എത്തിയത്. ഇരുവരും ലഹരി മാഫിയയുടെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്.